ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ കേദാർനാഥ് കയറി ഇറങ്ങി താഴെ എത്തിയായിരുന്നു. ഇന്നിപ്പം അതിൻ്റെ അടുത്ത ദിവസം ബദ്രീനാഥിലോട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നിർത്താൻ നേരം നമ്മുടെ ബസ് ക്യാൻസലായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ വേറൊരു ബസ് ഉണ്ടായിരുന്ന ഓൺലൈനിൽ 2 ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണം ഞങ്ങൾ ബുക്ക് ചെയ്തത് ക്യാൻസലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ബസ് നമ്മൾ ബുക്ക് ചെയ്തു. പക്ഷേ പ്രശ്നം വെച്ചാൽ സീറ്റ് ഏറ്റവും ബാക്കിലത്തെ സീറ്റായിട്ട്, അപ്പോൾ പുറകിലത്തെ 3 സീറ്റ് എടുത്തു. ഇപ്പോൾ സമയം 12 ഓൾമോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വന്ന്, എന്താ പറയുക, മൂഡ് വന്ന്. ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ബസ്സിനകത്ത്. ഇപ്പോൾ ഒരു 4 റൊട്ടിയും കുറച്ച് റൈസും പിന്നെ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് ഇപ്പം കണ്ണ് കാണാമെന്നുള്ള അവസ്ഥയായിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഏകദേശം ഒരു 150 കിലോമീറ്ററോളം പോകാനുണ്ട്. അതിന് എത്ര ടൈം എടുക്കുന്നല്ലേ. നമ്മൾ ആക്ച്വലി കേദാർനാഥിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ നമ്മുടെ ആ പാർക്കിംഗ് എന്താ പറയുക, സീതാപൂരൊക്കെ കഴിഞ്ഞ് കിട്ടാൻ തന്നെ ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും. അതുവരെയും എല്ലായിടത്തും ബ്ലോക്കായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അത്രയും ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ ബ്ലോക്ക് ഉണ്ടായില്ല. പക്ഷേ സ്റ്റിൽ ഒരു 2-2.5 മണിക്കൂർ അവിടെ ആ ഒരു പ്രിമിസസിൽ കിടപ്പുണ്ടായിരുന്നു. വണ്ടി നീങ്ങാണ്ടേ കിടപ്പുണ്ടായിരുന്നു. അതിനിപ്പോൾ നല്ല റോഡിൽ കയറി, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്പീഡിൽ പോകുന്നുണ്ട്. ഇനി ചിലപ്പോൾ ബദ്രീനാഥ് എത്താറാകുമ്പോൾ വീണ്ടും ട്രാഫിക്ക് വരെ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ ബസ് ഇതേ അവിടെ അവരെന്തോ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടയറിനെന്തോ പറ്റി പോകുന്നു. ടയർ മാറ്റിയിട്ടാണ് എന്തെന്നില്ല. കുറച്ച് നേരമായി ഒരു പണി തുടങ്ങിയിട്ട്. ഞങ്ങളിത് അതിൻ്റെ അപ്പുറത്തുള്ള കടയിൽ കയറിയിട്ട് കഴിച്ചേ. ഇവിടെ ഇങ്ങനെ കുറച്ച് കുട്ടി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിനകത്തെ സീൻ നല്ല രസമാട്ടോ. ഇവർ ടിക്കറ്റ് എടുത്ത ആളിനെ കയറ്റും. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. അപ്പം ഓൺലൈനിൽ നമുക്ക് വിത്ത് സീറ്റ് നമ്പർ ഒക്കെയാണ് കിട്ടണേ. അപ്പം ഞങ്ങളുടെ സീറ്റ് നമ്പർ ഏറ്റവും ബാക്കിൽ 5 സീറ്റാണ്. അപ്പോൾ 23, 24, 25, അത് 23, 24, 25, 26, 27 അങ്ങനെ 5 സീറ്റാണ് ബാക്കിലുള്ള. ഞങ്ങൾ വന്നപ്പോൾ അതിനകത്ത് 6 പേരുണ്ട്. ഒരാൾ നടുക്കിരിപ്പുണ്ടായിരുന്നു, ഒരു തലയിൽ കെട്ടി ഒരു മിനി സന്യാസിയിലൊക്കെയുള്ളൊരു മനുഷ്യൻ. ഞങ്ങളുടെ അടുത്തിരുന്ന ഹിന്ദിക്കാരൻ പറഞ്ഞു, കംഫർട്ടബിളായിട്ട് ഇരിക്കണമെങ്കിൽ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞാൽ പറ്റുള്ളൂ, ഇത്തിരി രൂക്ഷമായിട്ട് തന്നെ പറയണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ് അയാൾ എന്തിനും എണീറ്റ് പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇവർ ബസ്സിൻ്റെ ആൾക്കാരാരണ്ടോ വന്നപ്പോഴത്തേനും എല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കി. അവസാനം അയാൾ എഴുതിപ്പിച്ചു വിട്ടു. ഇപ്പം ഞങ്ങൾ സുഖമായിട്ട് 5 പേര് ബാക്കിലിരിക്കുന്നുണ്ട്. ബാക്കിലത്തെ ഇരുത്ത് അത്ര സുഖമൊന്നുമില്ല, എന്നാലും മാനേജ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ക്യൂ ഉണ്ട്, ബ്ലോക്കാണോ ഇപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് സൈഡിൽ. എന്താണ് സംഭവം എന്നറിയില്ല. അപ്പോൾ ഇനി വണ്ടിക്ക് അകത്തുള്ള കോലം കാണിച്ചു തരാം. നമ്മുടെ ലഗേജൊക്കെ ഡിക്കിക്കകത്താണ് വെച്ചാണ്. വണ്ടിയുടെ ബാക്കിൽ ഡിക്കി ഉണ്ട്, പക്ഷേ വണ്ടിയുടെ അകത്ത് കുറേ ലഗേജ് ഉണ്ട്. ആരുണ്ടൊക്കെ ഇവരെ വഴിയിൽ നിന്നൊക്കെ വേറെ സിറ്റിങ്ങിനും മുകളിലുള്ള ആൾക്കാരെ കയറ്റിയിട്ടൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്തുള്ളത് അതിനകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ബസ്സിനകത്തെ അവസ്ഥ. ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്ത് മൊത്തം പെട്ടികളുണ്ട്. പിന്നെ അതായത് കണ്ടോ, നിങ്ങൾക്കറിയാം, കാണാം, തറയിൽ 3-4 ആൾക്കാർ വേറെ ഇരിപ്പുണ്ട്. ആ ഫ്രണ്ടിലത്തെ ഡ്രൈവർ ക്യാബിനകത്തുമുണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടതുപോലെ തന്നെ ഏകദേശം. പക്ഷേ അപ്പോഴും നിലത്തിരിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം നിലത്തിരിക്കാൻ 3-4 പേരുണ്ട്. ആ ഏറ്റവും മുമ്പിൽ ഓറഞ്ച് കളർ തലയെക്കെട്ടും കെട്ടിയിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സന്യാസി. ഒരു കള്ള സന്യാസി എന്ന് പറഞ്ഞപ്പോൾ അയാളിപ്പം 2ാമത്തെ റൗണ്ട് തല്ലിപ്പിടിയും കഴിഞ്ഞ് മുമ്പ് പോയിരിക്കുകയാണ്. വീണ്ടും കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറിയപ്പം അയാളിരിക്കാൻ വേണ്ടിയിട്ട് വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അപ്പോഴും കൂടെ ചീത്ത പറഞ്ഞ് ഓടിച്ചു വിട്ട് അങ്ങനെ മുമ്പിൽ പോയിരുന്നു. ഇനിയിപ്പോൾ ശല്യം ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. നമ്മളെ ഏറ്റവും പുറകിലായിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെ പോകുന്നുണ്ട്, ബ്ലോക്ക് ചെറുതായിട്ടൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാടിക്കുലുങ്ങിയുള്ള യാത്രയ്ക്ക് ശേഷം റൂമിലെത്തി. ഇപ്പോൾ സമയം 10:15. ഞങ്ങൾ ഒരു 9 മണിയായപ്പോൾ ഇവിടെ ബദ്രീനാഥ് വന്ന് റൂമെടുത്തിട്ട് പോയി കഴിച്ചിട്ട് വന്നു. വിശന്നിട്ട് നിൽക്കാൻ പറ്റാണ്ടായിരുന്നില്ല. സോബി കഴിച്ചിട്ട് വന്നു. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് എന്താ പറയുക റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. സോ അവിടെ പോയി കഴിച്ചിട്ട് റൂമിൽ വന്ന് ഇനി ഉറങ്ങാൻ പോവാം.
ഇവിടെ രാവിലെ നല്ല ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വൈകുന്നേരം മറ്റേ സഹസ്രനാമത്തിൻ്റെ ഒരു കൂപ്പൺ എടുക്കാൻ പറ്റും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം അകത്ത് പോയിരിക്കാം, അതിന് പറ്റും. അപ്പോൾ അതിന് രാവിലെ ക്യൂ ഉണ്ട്. അപ്പോൾ രാവിലെ പോയി അതിന് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വൈകുന്നേരം അമ്പലത്തിൽ കയറാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പകൽ പറ്റുമെങ്കിൽ മന എന്ന് പറഞ്ഞ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, ഒരു 3-4 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. അങ്ങോട്ടും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് പരിപാടി. അപ്പം നാളത്തെ വിശേഷങ്ങളൊന്നും നാളെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ വന്നവരാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയായിട്ടോ, 12 മണിയായി. ഞങ്ങൾ രാവിലെ 4:30 ആയപ്പോൾ എണീറ്റ് നേരെ പോയി ക്യൂവിൽ നിന്നു. ഒരു 2 മണിക്കൂർ ക്യൂവിൽ നിന്നു ഏകദേശം. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ നമ്മുടെ മെയിൻ പൂജാരി ബദ്രിയിലെ ഹിസ് ഹൈനസ് റാവൽജി, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന 1-2 പേര് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മളകത്ത് കയറി, ഇച്ചിരി നേരത്തെ കയറി, അവരുടെ ഹെൽപ്പോട്ട് നേരത്തെ കയറി കുറച്ച് നേരം റാവൽജിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഫ്രണ്ടിൽ പോലും തൊഴാൻ പറ്റി. അപ്പോൾ ഞങ്ങൾക്ക് കേദാറിൽ ആക്ച്വലി അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഞങ്ങൾ ഇവിടെ തീർത്തു. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം അകത്തിരുന്ന് തൊഴാനും എല്ലാത്തിനും പറ്റി, വളരെ നന്നായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല ക്യൂ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ക്യൂ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. പെട്ടെന്ന് ഒരാൾക്കാരെ കയറ്റി വിടുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്നും ആക്ച്വലി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വേണം ക്യൂവിന് വീഡിയോ എടുക്കായിരുന്നു, പക്ഷേ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സോ അതിൻ്റെ പേര് വീഡിയോ എടുത്തില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തെ മന എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് വില്ലേജ്, ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അങ്ങോട്ടൊരു 3 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങണം. അപ്പം ഇനിയുള്ള കാഴ്ചകളടക്കം അങ്ങനെ അവിടെയൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ വണ്ടി പോകണോ അതോ നടന്ന് പോകണോ എന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് വണ്ടി ഇട്ടായിരിക്കും, ഇല്ല ഞങ്ങൾ നടന്നു അങ്ങനെ. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളാക്കണം. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി കണ്ടേ, ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു സ്വിഫ്റ്റിനകത്ത് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഈ ചേട്ടനടുത്ത് ചോദിച്ചാൽ, അപ്പോൾ പുള്ളി നമ്മളിപ്പോൾ ഇവിടെ പോയിട്ട് പുള്ളി 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ 2 മണിക്കൂറിൽ അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങിയേച്ച് വരും. ഇവിടെ ഈ അമ്പലം ഇവർ നവംബറൊക്കെ കഴിയുമ്പോഴത്തേനും അടയ്ക്കും, മഞ്ഞ് വീട് ഉണങ്ങുമ്പോൾ. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടുന്ന് പോകും. ഈ പുള്ളിക്ക് 2 വീടുണ്ട്, ഒന്ന് ഇവിടെ ഒന്ന് താഴെ, മഞ്ഞ് കുറച്ചുള്ള സ്ഥലത്ത്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മളിപ്പം മനയിലോട്ട് പോയിട്ട് നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം, എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ. തൊണ്ടയ്ക്ക് പണിയിട്ടിട്ടുണ്ട്, നല്ല തണുപ്പാണ് ഇവിടെ. ഇന്നത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചർ 9 ഡിഗ്രി എങ്ങാണ്ടാണ് കാണിക്കണം. അപ്പം മിക്കവാറും അപ്പോൾ ഓൾറെഡി ഉച്ചയായി. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഇറങ്ങി തുടങ്ങുമ്പോഴത്തേനും, അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ടെമ്പറേച്ചർ ഡ്രോപ്പ് തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ ബോർഡ് കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ വില്ലേജ് മനയിലോട്ട് കയറുന്നത്. ഇവിടുത്തെ റോഡൊക്കെ മാനേജ് ചെയ്യുന്ന ബ്രോയാണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. നല്ല റോഡാണ് കേട്ടോ, ഏത് റോഡ് ചെന്നൊക്കെ നല്ല വഴിയാണ്. നമ്മൾ ഒരു വലിയ ഗ്ലേഷ്യറിന്റെ നടുക്കൂടെയാണ് കേട്ടോ ഒരു 10 എത്ര അടി പൊക്കം കാണോടാ? ഒരു 10-12 അടിക്ക് മുകളിൽ പൊക്കമില്ലേ? 10-15 അടി പൊക്കത്തിൽ മഞ്ഞ് വെട്ടി മാറ്റി അതിൻ്റെ ഇടയ്ക്കുള്ള റോഡിൽ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്. അത് ഉരുകിയ വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. ഇതൊരു തണുപ്പായിരിക്കും വെള്ളത്തിൽ. അതിൻ്റെ ഇടയിൽ ആൾക്കാർ ഇവിടെ പോയി കാണാം. ഇതിൻ്റെ ഒരു വലിപ്പം ജീപ്പ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൈസ് അറിയാം എത്ര ഹൈറ്റ് ഉണ്ടെന്ന്. അടിയിൽ നീ ഉരുകിയ വെള്ളമാണ് പറഞ്ഞത്.  . 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
വലിയ തുളയുന്നു. ആ വെള്ളം ഒഴുകി താഴെ പോകും. നമ്മളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറുകയാണ്. എടുത്തോ, സരസ്വതി സ്ഥാനമല്ലോ അതിൻ്റെ ഒരു സംഭവം. സരസ്വതി നദിയുള്ള സ്ഥലമില്ല, അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. നല്ല വെയിലാണ്, ഞങ്ങൾ സൺഗ്ലാസ് ഒന്നും എടുത്തിട്ടില്ല. പൊതുവെ മൗണ്ടൻസിൽ വെയിൽ ഭയങ്കര കൂടുതലാണ്, നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ വെയിൽ അടിച്ചടിച്ച് വരുമ്പോൾ. ആളാണ് കുട്ടി 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 കടകളുണ്ട് ഇതിൻ്റെ സൈഡിലോട്ട്. ചെറിയ വഴിയാണ് ഇത്. കണ്ടു കഴിഞ്ഞാൽ പണ്ട് തുർത്തുക്കിൽ പോയതുണ്ട്. തുർത്തുക്കിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വഴികളും വീടുകളൊക്കെ ഉണ്ട്. നമ്മുടെ കടയല്ലായിരുന്നു, വീടുകളായിരുന്നു. എല്ലാം വീടുകളും ആൾക്കാരൊക്കെ. ഇവിടെയൊക്കെ ഈ തണുപ്പ് എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പിളി ഉടുപ്പുകളൊക്കെ കഴിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള സ്ഥലങ്ങൾ. നമ്മളിപ്പോൾ ഇതിൽ ഗണേശ ഗുഹയും വ്യാസഗുഹയും ഒക്കെ പോവാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ പോകാം. ഇത് ഗണേശ ഗുഹയും വ്യാസഗുഹയും പോകുന്ന വഴിയാണ്. നമ്മളിതിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അണയ്ക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ആക്ച്വലി ഇത്രയും ദൂരം നമ്മൾ അണയ്ക്കേണ്ടതല്ല, പക്ഷെ ഇത് ഇവിടെ ഓക്സിജൻ കുറവാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അണയ്ക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കാണെന്നാണ്. അല്ല, ഇതെന്ത് ആൾക്കാർ ഇവിടെ കൂടിയിരിക്കണം. ഏതോ ഒരാൾ പ്രസംഗിക്കുന്നില്ലേ. अब आप बताओ मैं ऐसा क्या लिखूं जिससे शांति मिले। कहते हैं वेद व्यासी, अभी आपने वो पुराण नहीं लिखा जी। ഇവിടുത്തെ अब आप 18 पुराण श्रीमद् भागवत सुनाएंगे। ഇവിടുത്തെ സങ്കല്പം പറയാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. ഇതേതൊരു ഗുഹ. ഇതാണ് ഗണേശ ഗുഹ. മേളില് വ്യാസഗുഹയുണ്ട്. അത് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഗണേശ ഗുഹയിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ മുമ്പിലോട്ട് പോവാണ്. എന്ത് രസമുള്ള സ്ഥലം അറിയാം. മേളിൽ എന്തോ റെയിലൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ പോകാൻ പറ്റുന്നതാണ്. മൊത്തം മലയാണ്. അങ്ങോട്ട് നോക്കിയാൽ മല, ഇങ്ങോട്ട് നോക്കിയാൽ മല. വേദവ്യാസ് ഹോം സ്റ്റേ. ഹോം സ്റ്റേയുടെ പേര്. ഞങ്ങളിത് വ്യാസഗുഹ എത്താറായി. നല്ല എൻ്റെ അണയ്ക്കും. ഏകദേശം 10,000 അടിക്ക് മേലുള്ള സ്ഥലമാണ്. 10,133 താഴെ എഴുതി കാണിച്ചാണ്. വാച്ചിനകത്ത് 3,200 അത്ര കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വേദവ്യാസ ഗുഹയെത്തി. കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തോട്ട് കയറണം. ഇനി ഇവിടെ ഷൂ ഊരിയിട്ടിട്ട് വേണം അകത്തോട്ട് ഇറങ്ങാൻ. ആണ്ടേ ഇവിടെ ഇന്ത്യാസ് ഫസ്റ്റ് ടീ ഷോപ്പ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടേ പോകുള്ളൂ. നമ്മൾ ഇതിനകത്ത് കയറി. അത് തരില്ല, അവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അകത്തൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് ഇത് പാറയുള്ളൂ. ആ പാറയുടെ സൈഡിലൊക്കെ സിമെൻറ്റ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്താണ് ഈ ഗുഹ. നമ്മൾ ഇതിനകത്തോട്ട് കയറാമ്പോൾ അപ്പം ഞാൻ വീഡിയോ ഓഫ് ചെയ്യും. അല്ല, ഈ ആംബിയൻസിലാണ് നിൽക്കണം. ഗുഹ കണ്ട് പുറത്തോട്ടിറങ്ങി. അവിടെ എഴുതിയേക്കുന്ന വായിച്ച എനിക്കറിയാം. 330 വർഷം, 2022. ആ സമയം 2022. അപ്പോൾ ഇപ്പം 5332 വർഷമായി കാണും. അത്രയും പഴക്കമുള്ളതാണ്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഐതിഹ്യത്തിന് എന്തറിയാം, വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയെന്ന് പറയപ്പെടുന്നത്. ഐ മീൻ പറഞ്ഞു കൊടുത്തത്. എഴുതിയത് ഗണപതിയാണ്. അപ്പോൾ ഇവിടെ അപ്പം ആ കൺസെപ്റ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ കറക്റ്റാണ്. ഇത് വ്യാസൻ്റെ ഗുഹയും ഗണപതി ഇരുന്ന ഗുഹ താഴെയുണ്ട്. അപ്പോൾ രണ്ടുപേരും അടുത്തടുത്തായിരുന്നു. സോ അവർ രണ്ടുപേരും എഴുതി അങ്ങനെ. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അകത്ത് നല്ല രസമാണ്. അകത്തൊരു വേദവ്യാസൻ്റെ ഗുഹ, ഒരു ഗരുഡൻ്റെ ഗുഹ, അങ്ങനെ ഗരുഡൻ്റെ വേദവ്യാസൻ്റെ പ്രതിമ, ഗരുഡൻ്റെ പ്രതിമ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്വാമി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽക്കൊട്ട് അവിടെ നല്ല വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്.
അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഇന്ത്യാസ് ഫസ്റ്റ് ടീ ഷോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ ഒരു ചായ കുടിക്കും. അതിനപ്പുറം ഇനി ഇതിനപ്പുറത്തോട്ട് നമുക്ക് ഇന്ത്യൻ ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ ചായ കുടിച്ചിട്ട് താഴോട്ടിറങ്ങി ഗണേശ ഗുഹയൊക്കെ കണ്ടിട്ട് വേറെ ഏതോ 1-2 സ്ഥലം കൂടെ കണ്ടായിരുന്നു അകത്തോട്ട്. അപ്പോൾ അതും കൂടെ പുറത്തിറങ്ങി കണ്ണ് തുറക്കാൻ വയ്യ കേട്ടോ. അതാണ് ഭയങ്കര വെയിലാണ്. ഞങ്ങളിതേ കേട്ടാ ഇന്ത്യാസ് ഫസ്റ്റ് ടീ ഷോപ്പ്. കാരണം 3 പേരുടെ കയ്യിൽ ചായ ഉണ്ട്. 3 ചായ. ഇവിടെ ഫ്ലാഗ് ഉണ്ട് ഇന്ത്യയുടെ. നമുക്ക് 2 മലയാളികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാള് മറ്റേ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വലിയ നമുക്ക് ഇനി ഇതേ ഇവിടെ ഭയങ്കര ഇടിയാണ് ഫോട്ടോ എടുക്കാനും റീൽസിനും ഒക്കെ ആയിട്ട്. ഇവിടെ ചായക്കട ഇട്ട മനുഷ്യനെ സമ്മതിക്കണം. ആസാദി വ്യൂ ആണ്. ഇതുണ്ടോ? ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ വിത്ത് ഇന്ത്യൻ ഫ്ലാഗ്. സൂപ്പർ സ്ഥലമാണ്. മേളിലോട്ടും അതെ, മേളിലോട്ട് ഇതേ മേളിലോട്ടുള്ള വ്യൂ. അവിടെയൊക്കെ ഫ്ലാഗ് ഉണ്ട്. ആൾക്കാർ ഇതേ കടയുടെ മേളിലും താഴെയൊക്കെ നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ അറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ. എത്രത്തോളം സൗണ്ട് വരണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇന്ത്യയുടെ അറ്റത്താണ്. ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വില്ലേജ്. പണ്ട് ഇത് ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അത് പിന്നെയാണ് ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ആക്കിയത്. ഭയങ്കര കാറ്റാണ്. അതിഭീകര വ്യൂ ആണ്. ഭയങ്കര രസമാണ്. ഓഡിയോ എന്തേരം കിട്ടേണ്ടതല്ല. നല്ല കാറ്റുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇതേ കണ്ടോളൂ. നിറച്ച ആൾക്കാരാണ് കേട്ടോ ഇവിടെ. അതിൻ്റെ മേളിലൊക്കെ നിറച്ച ആൾക്കാരാണ്. എല്ലാവരും ഫസ്റ്റ് ഈ ഷോപ്പ് എടുത്ത് റീലും വീഡിയോ ഒക്കെ എടുത്ത് ആർക്കുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ചായക്കട. അതെ, ഏറ്റവും ആദ്യത്തെ ചായക്കട. പക്ഷേ ഏറ്റവും ആദ്യത്തെ ചായക്കടയിൽ 20 രൂപയുള്ള ചായക്ക്. നമ്മളിത് അടുത്ത് ഗണേശ ഗുഹ കയറാൻ പോവാണ്. അവിടെ മഞ്ഞ് മൂടിയ മലയൊക്കെ കാണാം കേട്ടോ. ഇതതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. മേളിൽ വ്യാസൻ, ഇവിടെ ഗണേശൻ. ഇവിടെയും ചെരുപ്പ് നമ്മൾ താഴെ അഴിച്ചിടണം. എന്നിട്ട് മേളിലോട്ട് കയറണം. ഗണേശ ഗുഹയിലോട്ട് കയറുന്ന സ്റ്റെപ്പ്. അകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാ അമ്പലത്തിലും അങ്ങനെയാണ്. സോക്സ് ഇട്ട് കയറാം. ഗണേശ ഗുഹയും കണ്ടു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞല്ലോ പാറയുടെ ഇടയിലാണ് ഈ സംഭവം. അവിടെ ഇങ്ങനെ ചുറ്റി വരാനുള്ള പ്രദർശനം വയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് പാറയുടെ ഇടയിൽ കൂടി ഇങ്ങനെ കുറച്ച് സ്ഥലം കുറവാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് നൂണ്ട് വരുമ്പോഴത്തെ ഒരു എഫക്റ്റാണ്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കണം. ഇവിടെ എന്തോ 1-2 പോയിന്റ്സും കൂടെ ഉണ്ട്. താഴെ ബോർഡ് വെച്ചേക്കുന്ന എന്താ കാര്യമില്ല. അപ്പോൾ അതും കൂടെ കണ്ടേച്ച് പോകാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കാറ് 2 മണിക്കൂറാണ് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയമാകുമ്പോഴത്തേനും താഴോട്ട് എത്തണം കഴിച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്. നമ്മളടുത്ത് മേളിൽ എഴുതിയേക്കുന്നത് ഭീംപൂൾ, സരസ്വതി ഡാം, കേശവപ്രയ, അങ്ങനെ 3 സ്ഥലത്തേക്ക് പോവാണ്. 3 സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നതല്ല. നമുക്ക് ഇനി 1/2 മണിക്കൂറും കൂടെ ഉള്ളൂ താഴെ എത്താൻ വേണ്ടി. വണ്ടി നമ്മുടെ 2 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ 3 മണിയാകുമ്പോൾ താഴെ എത്താം. നമ്മൾ 15 മിനിറ്റ് മുമ്പിലോട്ട് പോയിട്ട് തിരിച്ച് പുറകിലോട്ട് പോകും. നല്ല വെള്ളമൊക്കെ ഒഴുകുന്ന ചെറിയ തോടുകൾക്ക് സെറ്റപ്പ് കിട്ടി. താഴെ കൂടെ അളകനന്ദ നല്ല ഒച്ചത്തിൽ പതഞ്ഞൊഴുകും. മേളിലത്തെ മഞ്ഞൊക്കെ കൂടെ ഒരുക്കിക്കൊണ്ടുവരുന്ന വരവാണ്. നല്ല അടാറ് തണുപ്പായിരിക്കും ഈ സാധനത്തിന്. നമുക്ക് അവിടെയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ GPay സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നെറ്റിനൊന്നും വലിയ പ്രശ്നമില്ല. നെറ്റൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് എല്ലാ കടയിലും GPay ഉണ്ട്.
ഇതാണ് അങ്ങോട്ട് പോണ വഴി. ഇവിടെ സന്യാസിമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടയിൽ കൂടെ ആൾക്കാര് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതാണെന്ന് തോന്നുന്നു മറ്റേ സരസ്വതി ഡാം. സരസ്വതി കൂടി ആയിരിക്കും. അല്ല ഇതാവൂല, ആ മേളിലായിരിക്കും. ഇവിടെ സരസ്വതി ഇതാണ് സ്ഥലം. സരസ്വതിയുടെ പ്രതിമയുടെ താഴെയുള്ള വീണ പിടിച്ചോണ്ടിരിക്കുന്നത്. ഈ ക്യാമറയിൽ എന്തോരം മനസ്സിലാവുന്ന അറിയില്ല. ഇതാ പതഞ്ഞ് വെള്ളമൊക്കെ തെറിപ്പിച്ചതാണ്. ഇതിന്റെ ഒരു സൈഡിൽ കൂടെ പറയുന്നത് അവിടുന്ന് ആൾക്കാർ വെള്ളമൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അവിടെ സരസ്വതി എഴുതിയിട്ടുണ്ടോ? അവിടെ സരസ്വതി എഴുതി ആരോ ഇട്ടിട്ടുണ്ട്. ആ സമയം പറയും. ഇതാണെന്ന് തോന്നുന്നത് സരസ്വതിയുടെ അമ്പലം. ഇത് പുതിയതാണെന്ന് തോന്നുന്നു. ആ സരസ്വതി മന്ദിർ. സരസ്വതി ജാനോ വിശാന്ത മന്ദിറിനെങ്ങാണ്ടാണ് ഇതിന്റെ പേര്. ഹിന്ദിയൊക്കെ വായിക്കാൻ മറന്നുപോയി. പുതിയ ബിൽഡിംഗ് ആണോ തോന്നുന്നു. മാർബിളൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അകത്തെ ഫോട്ടോ എടുക്കുന്നില്ല, ഇതുവരെ ഉള്ളൂ. അതാണ് സ്വർഗാരോഹണ പാത എന്ന് പറഞ്ഞിട്ടൊരു ആർച്ച് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലെ കൂടെ ഒന്ന് കയറിയിട്ട് വരാം. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന വഴികളിലൊക്കെ തന്നെ ഉണ്ട്. ഇവിടുന്ന് വളഞ്ഞ് മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ നമുക്ക് ഈ സ്വർഗാരോഹണ പാത ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് കയറിയിട്ട് വരാം. ഇവിടെ വസുധാര ജലധാരയുണ്ട്. അത് 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് കയറാൻ പോകുന്നില്ല, സമയമില്ല, തിരിച്ചു പോകണം. ഈ ഡോറിൽ കൂടെ ഒന്ന് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുറന്നിട്ടില്ല. അണയ്ക്കും നല്ലോണം. ഇവിടെ ഓക്സിജൻ അത്യാവശ്യം നല്ല രീതിയിൽ കുറവാണ്. ഇനി മേളിലോട്ട് പോകുന്നില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി തിരിച്ചു പോവാ. ഇതാണ് ഈ സ്ഥലം. ഈ പുഴ വരുന്ന സൈഡുണ്ട്. ഇവിടെ പാലമല്ല, ഇതൊരു പാറയുടെ മേളിൽ കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വഴിയാണ്. പാറയുടെ പാറയുണ്ട്. അപ്പൊ അപ്പുറത്ത് വേറെ പാറയുണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ കണ്ടാണ് ഇപ്പൊ സാധനം ഒഴുകുന്നതാണോ. ഇതിന്റെ അടിയിൽ കൂടെ ഒരു ഗുഹ പോലെ ഉണ്ട്, അതിലെ കൂടെയാണ് ഇത് ഒഴുകുന്നത്. വെറുതെ അല്ല ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്ന് വിളിക്കുന്ന. ദേവന്മാർക്ക് വന്ന് ഇരിക്കാൻ പറ്റുന്ന ഇത്ര നല്ലൊരു സ്ഥലം വേറെ ആണല്ലോ. ആകെ എന്താ പറയുക, ഈ ടൂറിസ്റ്റ് ഇത് കാരണം ഉണ്ടാക്കി വെച്ചേക്കുന്ന കൺസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ നാച്ചുറലി അടിപൊളിയാണ്. ഒരു രക്ഷയില്ല സ്ഥലങ്ങളുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു വലുതായിട്ട് മഴ പെയ്യാത്ത സ്ഥലമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപാട് പച്ചപ്പൊന്നുമില്ല. ഈ മലകളൊക്കെ ഒരു ഗ്രേഷ് കളറിലാണ്. എനിക്ക് തോന്നുന്നു 5-6 മാസം മഞ്ഞിൽ മൂടി കിടക്കല്ലേ. അപ്പോൾ വേറെ ചെടികൾക്കൊന്നും വളരാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. എന്തായാലും അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാർ പാർക്ക് ചെയ്തേക്കുന്നിടത്ത് പോവാണ്. പിന്നെ ഇനി വേറെ
പരിപാടികളൊന്നുമില്ല, റെസ്റ്റ് അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ആ പാറയുടെ ഇടയിൽ നിന്ന് വരുന്നത് കണ്ട് സരസ്വതി റിവറാണ്. അളകനന്ദ അപ്പുറത്തൂടെയാണ് വരണേ. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. കേട്ടോ, ഇവിടെ സംഗം വ്യൂ പോയിൻ്റ് ഉണ്ട്. അളകനന്ദ സരസ്വതിയായിട്ട് സംഗമിക്കുന്ന സ്ഥലമാണിത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഇത് അവിടെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് വരുന്നത്, ആ പാറയുടെ ഇടയിൽ കൂടെ വരുന്നത്. അതാണ് സരസ്വതി ഭൂമി. സരസ്വതി ആക്ച്വലി ഭൂമിയുടെ അടിയിൽ കൂടെ അങ്ങോട്ട് വരുന്നതാണ് പറയുന്നത്. ഇവിടെ വെച്ചാണ് പുറത്ത് വരുന്നത്. അതിവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് അവിടെ നിന്നാ വരുന്ന അളകനന്ദ. അതിവിടെ നിന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് താഴോട്ട് അളകനന്ദയായിട്ട് തന്നെ ഒഴുകും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. നേരത്തെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആരോ കണ്ടപ്പം വിചാരിച്ചത് ആ ചെറിയ മറ്റേ ആൾക്കാർ വെള്ളമൊക്കെ പിടിക്കുന്നൊരു സാധനമില്ല, അതിഞ്ഞ് സരസ്വതിയുടെ ഉത്ഭവം അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല. അപ്പം സരസ്വതിയും അളകനന്ദയും ഇവിടെയാണ് സംഗമിക്കുന്നത്. അടുത്ത ദിവസമായി. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് എന്താ പറയുക മനയിലും ബദ്രിനാഥ് അമ്പലത്തിൽ പോയിട്ട് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് എങ്ങും പോയില്ല, റൂമിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. ആക്ച്വലി പറഞ്ഞാൽ സൈഡായി പോയി. ഞാൻ ഫുള്ള് ഫ്ലാറ്റായി. ഭയങ്കര ക്ഷീണവും ജലദോഷവും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പനിക്കും. പിന്നെ ഇന്നലത്തെ ഉറക്കം ശരിയായില്ല, വെളുപ്പിനെ എണീറ്റോട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിടന്ന് ചത്തതുപോലെ കിടന്നുറങ്ങി കുറേ നേരം. പിന്നെ ഡിന്നറൊക്കെ ഇവർ പുറത്തോട്ട് പോയിട്ടൊന്ന് മേടിച്ചോണ്ട് വന്നു. അങ്ങനെ ഇന്നലത്തെ ദിവസം അങ്ങനെ തീർന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ തിരിച്ച് ഋഷികേശിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ബസ്സിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. ഇപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ചെല്ലുന്നതാണ് പ്രതീക്ഷിക്കണത്. കുറച്ച് പരിപാടിയുണ്ട് അവിടെ. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഋഷികേശിൽ ചെന്നിട്ട് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുകയാണെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ.